അപ്പോൾ ചുമ്മാ വരികയല്ല ചെയ്ത ഒരു ഷേപ്പിലാണ് വന്നത്. എന്ത് ഷേപ്പിലാണ് വന്നത്? നാവിൻ്റെ ഷേപ്പിലാണ് വന്നത്. എന്തുകൊണ്ടായിരിക്കാം ഈ നാവിൻ്റെ ഷേപ്പിൽ വരാനുള്ള കാരണം? വേറെ ഷേപ്പിൽ വരാലോ, ഏത് ഷേപ്പിൽ വേണം. കണ്ണിൻ്റെ ഷേപ്പിൽ വരാം, ചെവിയുടെ ഷേപ്പിൽ വരാം, മൂക്കിൻ്റെ ഷേപ്പിൽ വരാം, കൈവിരലിൻ്റെ ഷേപ്പിൽ വരാം, ഇങ്ങനെ പറയാം. പക്ഷെ ഇവിടെ വന്നത് എങ്ങനെയാണ്? നാവിൻ്റെ ഷേപ്പിൽ. എന്തുകൊണ്ട്? വാട്ട്സ് ദ റീസൺ ഫോർ ദാറ്റ്? ഈ നാവിൻ്റെ ഷേപ്പിൽ വരാനുള്ള കാരണം എന്തായിരിക്കും? നീ സ്കൂളിൽ പഠിക്കാൻ പോലെ എന്തായിരിക്കും റീസൺ? എന്തായിരിക്കും പറഞ്ഞു? സഹായം എന്തായിരിക്കും കാരണം? ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നുണ്ട് വെറും നാവല്ല വന്നത്, ഡിവൈഡഡ് ടൺസ് ഓഫ് ഫയർ. പിളർന്ന നാവ്. എന്ത് നാവ്? പിളർന്ന നാവിനെ ഒരു പിളർപ്പുണ്ട്. ഈ പിളർന്ന അഗ്നിനാവ് ആർക്കുള്ളത്? അല്ല, പിളർന്ന നാവുള്ള ജീവിയാണ് പാമ്പ്. അല്ല, പാമ്പിന് മാത്രമാണ് നാവ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള നാവുള്ളത്. പാമ്പിന് മാത്രമാണ്. മനസ്സിലായി? ഏതൻ തോട്ടം ആദം ഏവാൾ അവരെടുത്ത് സംസാരിക്കാനായിട്ട് ഗസ്റ്റ് വന്നു. ആരാ വന്നത്? പാമ്പ് വന്നു. ആ പാമ്പിന്റെ നാവിന്റെ ഷേപ്പ് എന്താ? പിളർന്ന അഗ്നിനാവ്. മനസ്സിലായാൽ മാത്രം ഒന്ന് കൈയടിച്ച്. പിളർന്ന അഗ്നിനാവ് വന്ന് ആദം ഏവാൾ ദമ്പതികളെ ദൈവത്തിനെതിരായി മാറ്റി. ദൈവത്തിനെതിരായി മാറ്റി. അപ്പൊ അങ്ങനെ ദൈവത്തിന് എതിരായി മാറിയ ആളുകള് ദൈവത്തിനോട് ചേർന്ന് നിൽക്കണമെങ്കിൽ എന്ത് വേണം? ഈ പിളർന്ന നാവിനെ കൊണ്ട് മാറ്റണം. അത് വേണമെങ്കിൽ ഈ നാവിനെ വെള്ളം ഒഴിച്ച് കഴുകാം. നമ്മൾ എല്ലാ ദിവസവും വായ കഴുകുന്നുണ്ട്, വർഷം കഴിച്ച് പല്ലത്തിക്കുന്നു. നാവിനോ നമ്മുടെ പേച്ചിലോ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത് മാറണമെങ്കിൽ എങ്ങനെ മാറ്റണം? തീ കൊണ്ട് കഴുകുന്നത്. എങ്ങനെ? സ്വർണം എങ്ങനെയാണ് പ്യൂരിഫൈ ചെയ്യുന്നത്? തീ കൊണ്ട്. അപ്പൊ നിന്റെ നാവിനെ എങ്ങനെ നന്നാക്കണം? അപ്പൊ നാവിൽ തീ കൊണ്ടൊരു അഭിഷേകം വരണം. എന്താ അഭിഷേകം വരണം? തീ അഭിഷേകം, അഗ്നി അഭിഷേകം. അഭിഷേകം തന്നെയാണ് നമ്മൾ പറയുന്നത്. എന്താ അഭിഷേകം വരണം? പറഞ്ഞ അഗ്നി കൈ പിടിച്ചിട്ട് പറഞ്ഞ അഗ്നി അഭിഷേകം എന്ന് പറഞ്ഞത്. അഗ്നി കൈ പിടിച്ചിട്ട് പറഞ്ഞത് എന്താ അഭിഷേകം? അഗ്നി അഭിഷേകം. അപ്പൊ ഈ അഗ്നി അഭിഷേകം 120 പേരിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ അഗ്നി അഭിഷേകം വന്നു. എങ്ങനെ വന്നു? പിളർന്ന അഗ്നിനാവ് എന്ന് പറഞ്ഞാൽ മുൻപ് പാമ്പ് ഈ പിളർന്ന നാവായി വന്ന് ആളുകളെ ദൈവത്തിനെതിരാക്കി മാറ്റിയെങ്കിൽ ഇപ്പോ അഗ്നി കൊണ്ടുള്ള പിളർന്ന നാവ് വന്നപ്പോൾ ആളുകളെ ദൈവത്തിനോട് ചേർത്ത് നിർത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലായി മാത്രം ഒന്ന് കൈയടിച്ചു. രണ്ട്, ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട് നിമ്രോദ് എന്നൊരു രാജാവിനെ കുറിച്ച്. എന്താ രാജാവിന്റെ പേര്? ഒന്നുകൂടെ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. നിമ്രോദ്. ഈ നിമ്രോദ് എന്ന് പറഞ്ഞ രാജാവാണ് ബാബിലോൺ ടവർ, ബാബേൽ ഗോപുരം. ഈ ബാബേൽ ഗോപുരം പണിതാരാണ്? നിമ്രോദ്. പറഞ്ഞേ, ആരാണത്? നിമ്രോദ്. ആ ഗോപുരം പണിയുന്ന സമയത്ത് ദൈവം മനുഷ്യനോട് പറഞ്ഞു, ഉലകമെല്ലാം പോയി ചിതറി പാർക്കണം. എങ്ങനെ പാർക്കണം? ഉലകമെല്ലാം പോയി ചിതറി പാർക്കണം. പക്ഷെ രാജാവ് പറഞ്ഞു
ചെതറി പറക്കണ്ട, നമുക്ക് എല്ലാവർക്കും അവിടെ പാർക്കാം, ഒരിടത്തിൽ പാർക്കാം. അപ്പം എല്ലാവർക്കും ഒരിടത്ത് പാർക്കണമെങ്കിൽ സ്ഥലമില്ല. അതുകൊണ്ട് അവരുടെ ബുദ്ധി കൊണ്ട് തീരുമാനമെടുത്തു. എന്ത് തീരുമാനമെടുത്തു? ഒരു വലിയ ഫ്ലാറ്റ് പണിയാൻ തീരുമാനിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലാറ്റ്, ബുർജ് ഖലീഫ പോലത്തെ ഒരു ബിൽഡിംഗ് പണിയാൻ തീരുമാനിച്ചു. അപ്പോൾ ദൈവം പറയുന്നതിന് എതിരെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവം എന്താ, ഇപ്പോഴാണെങ്കിൽ ഗവൺമെന്റ് ഓർഡറിന്റെ നാഗർകോവിൽ മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് കെട്ടാൻ പ്ലാനില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിക്കാർ എന്ത് ചെയ്യും? ഉടനെ JCB കൊണ്ടൊരു മുടക്കും. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം വളരെ ബുദ്ധിയുള്ള ആളായതുകൊണ്ട് ഒരു കാര്യം ചെയ്തിട്ടാണ്, ഒന്നും ചെയ്തില്ല. അവരുടെ ലാംഗ്വേജ്, അവർ പറയുന്ന മൊഴി പല മൊഴികൾ. രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകൾ ഒരേ മൊഴി പറഞ്ഞ ആളുകൾ പല മൊഴികൾ പറയാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് അപ്രധാനം മനസ്സിലാവുന്നില്ല, ഒക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അവിടെ ഈ കൊത്തനാർ വന്നിട്ട് സിമെന്റ് എടുക്കാൻ പറയുമ്പോൾ ഹെൽപ്പർ എന്തുകൊണ്ട് പോകും? വേറെ എന്തെങ്കിലും എടുത്തു കൊടുക്കും. കാർപ്പൻ്റർ വന്നിട്ട് പട്ടികയും കൈക്കോലും ഒക്കെ എടുത്ത് തരാൻ പറയുമ്പോൾ വേറെ എന്തെങ്കിലും സാധനം എടുത്തു കൊടുക്കും. ഉടനെ ഇവർ തമ്മിൽ അടി വീണ് കഴിഞ്ഞപ്പോൾ ബിൽഡിംഗ് പണി തീർന്നു. ആ ബിൽഡിംഗ് പണി തീർന്നു കഴിഞ്ഞപ്പോൾ ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ പല മൊഴി പറയുന്ന ആളുകൾ, ഒരേ ടൈപ്പ് മൊഴി പറയുന്ന ആളുകൾ ഒരേ ഇടത്ത് പോയി താമസിച്ചു. മലയാളം പറയുന്ന ആളുകളൊക്കെ അവിടെ വന്ന് താമസിച്ചു. കേരളത്തിൽ പോയി. തമിഴ് പറയുന്ന ആളുകളൊക്കെ അവിടെ പോയി തമിഴ്നാട്ടിൽ. കന്നഡ പറയുന്ന ആളുകളൊക്കെ എന്തുപോയി? തെലുങ്ക് പറയുന്ന ആളുകളൊക്കെ അങ്ങനെ പല സ്ഥലത്തിൽ. ബൈബിൾ പറയുന്നു പ്രധാനമായിട്ടും 16 മൊഴികളായിട്ടാണ് അവർ പിരിഞ്ഞു പോയത്. എത്ര മൊഴി? 16 മൊഴികളായിട്ട് പിരിഞ്ഞു പോയി. അങ്ങനെ പല ഇടങ്ങളിൽ പോയി അവരൊക്കെ താമസിച്ചു. 10 നാൾ പ്രാർത്ഥിച്ച് തൂയാവിന് അഭിഷേകം വന്ന സമയത്ത് പറയുന്നു, പേര് ഇറങ്ങി വന്ന് പ്രസംഗിച്ചു. ആര് പ്രസംഗിച്ചു? പേര് പ്രസംഗിച്ചു. ആ പ്രസംഗിച്ചപ്പോൾ 16 മൊഴി പറയുന്ന ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. എത്ര മൊഴി? ഈ 16 മൊഴി പറയുന്ന ആളുകൾക്കും അവരവരുടെ മൊഴികളിൽ മനസ്സിലായോ? തിരിച്ചു പറഞ്ഞു എന്താണ്? മനസ്സിലായോ? അപ്പൊ അവിടെ ഉണ്ടായിരുന്ന പണ്ട് ബാബേൽ ഗോപുരം പണിതപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ 16 ലാംഗ്വേജ് ഗ്രൂപ്പുകളായിട്ട് സ്പ്ലിറ്റായി പിരിഞ്ഞുപോയി. ഇപ്പോ ഈ 16 ലാംഗ്വേജ് ഗ്രൂപ്പുകളുള്ള ആളുകൾ ജെറുസലേമിൽ വന്നിട്ടുണ്ട്. പേര് വന്ന് പ്രസംഗിക്കുന്നു. 16 പേർക്കും പേര് ഒരേ ലാംഗ്വേജ് പറയുന്നു. അവർ കേൾക്കുന്ന ആളുകൾക്ക് അവരുടെ ലാംഗ്വേജിൽ മനസ്സിലാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇപ്പോഴും ഇന്നും തൂയാവിന് അഭിഷേകം ഉണ്ടെങ്കിൽ ആരെന്ത് പറഞ്ഞാലും എന്റെ ലാംഗ്വേജിൽ മനസ്സിലാവും. ആരുടെ ലാംഗ്വേജിൽ മനസ്സിലാവും? ഇത് മനസ്സിലായ ആളുകൾ മാത്രം ഒന്ന് കൈയടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വർഗത്തിൽ ഒരേ ഒരു ലാംഗ്വേജ് ഉണ്ട്. സ്വർഗത്തിൽ ആ ലാംഗ്വേജിൽ പറയുന്ന ഒരു വാക്ക് ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്, ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട് ബൈബിളിൽ. സ്വർഗത്തിൽ പറയുന്ന ലാംഗ്വേജിന് ഒരു വേർഡ്
ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ വേർഡ്? എല്ലാവരും ഓർമ്മ പറഞ്ഞേ. എന്താണ്? സ്വർഗത്തിലൊരു ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജിൽ ഒരു വേർഡ് മാത്രം ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. ആ വേർഡാണ് ഓർമ്മ പറഞ്ഞേ. പറഞ്ഞേ പറഞ്ഞേ എന്ന് പറഞ്ഞാൽ ഈ ലാംഗ്വേജ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലാംഗ്വേജും ഇത് ഒരു ലാംഗ്വേജ് പഠിച്ചാൽ എന്തുണ്ടാവും? എല്ലാ ലാംഗ്വേജും പഠിക്കും. ഹല്ലേലൂയ. കേരളത്തിൽ നിറയെ ആളുകൾ വെളിനാട്ടിൽ പോകും. നിങ്ങളുടെ നാട്ടിലുണ്ടെന്ന് അറിയാം. ആ വെളിനാട്ടിൽ പോകുന്ന സമയത്ത് IELTS എന്നൊരു എക്സാം എഴുതും. കേട്ടിട്ടുണ്ടോ? കേട്ടില്ലേ? IELTS കേട്ടില്ല? ആ ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സാം IELTS. ഈ IELTS പരീക്ഷ പാസ്സായാലാണ് അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അയർലൻഡ്, ഇംഗ്ലണ്ട്, സൗത്ത് ആഫ്രിക്കയൊക്കെ പോകണമെങ്കിൽ എന്ത് വേണം? ഈ IELTS എക്സാം പാസ്സാവും. അപ്പോൾ കേരളത്തിൽ നിറയെ ആളുകൾ വെളിനാട്ടിൽ പോകും. എല്ലാവരും ഈ പരീക്ഷ പാസ്സായിട്ടാണ് പോകും. ചില ആളുകൾ എക്സാം ഫെയിലാവും. ആ ഫെയിലായി കഴിയുമ്പോൾ ക്രിസ്തുവിൽ ഞങ്ങൾ പ്രയാസങ്ങൾ വരും പ്രാർത്ഥിക്കാനായിട്ട്. ആ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഞങ്ങൾ അവരോട് ഒരു ഒറ്റ കാര്യമായിട്ടാണ് ഇവിടെ ഇരുന്നിട്ട് ചാപ്റ്ററൊക്കെ പോയിരുന്നിട്ട് 1 മണിക്കൂർ നേരം കണ്ടിന്യൂസ് ആയിട്ട് എന്ത് പറയാം? ഒരു എക്സാം എഴുതും. എക്സാം എഴുതും. മാസം സന്തോഷത്തിൽ മാത്രം കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു. ആരോട് ചേർന്ന്? ആരോട്? ആരോട്? ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് ദൈവത്തിന് മനസ്സിലാവും, ദൈവം പറയുന്നത് ഹല്ലേലൂയ. ഞാൻ ഈ സഹായം വന്നു ഒരു 12 വർഷം മുമ്പ്, ഒരു 12 വർഷം മുമ്പ് കുറുമ്പനയിൽ പോയപ്പോൾ സഹായത്തിന് കഴിയും. എത്ര വർഷം മുമ്പ്? പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. 12 വർഷം മുമ്പ് കണ്ടപ്പോൾ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. സഹായം ഭാര്യയുമായിട്ട് ചെറിയ പ്രോബ്ലം നടക്കുന്നുണ്ട്. കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, സാധാരണ രീതിയിൽ പറയും ദൈവം കൂട്ടിച്ചേർന്നത് മനുഷ്യൻ പിരിക്കുന്നതൊക്കെ പറയും. അതാണ് സാധാരണ എല്ലാവരോടും പറയും. ഒരു 100 ആൾ വന്നിട്ടുണ്ടെങ്കിൽ 99 ആളോട് ഞാൻ അതിനെ പറഞ്ഞു, എന്താണ് ദൈവം കൂട്ടിച്ചേർത്തത് മനുഷ്യൻ പിരിക്കുന്നത്. പക്ഷെ ഇതിനോട് പറഞ്ഞത് ഡിവോഴ്സ് കേസ് കൊടുത്തതാണ്. സെപ്പറേറ്റ് ആവാനുള്ള 100 ആൾ വന്നതിൽ 99 ആളോടും ചേർന്ന് നിൽക്കാൻ പറഞ്ഞു. ഇവരോട് മാത്രം പറഞ്ഞ എന്താണ്? ഡിവോഴ്സ് കേസ് കൊടുത്തത്. കേട്ടോ? പിന്നെ ഇവരെ കണ്ടിട്ടില്ല. ഇപ്പൊ ഇവരെ കണ്ടു. ആ കേസ് ഡിവോഴ്സ് കിട്ടി. പിന്നെ കുറച്ച് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ സൊല്യൂഷനായി. ഇപ്പോൾ ഒരു റീമാരേജ് കഴിഞ്ഞു. 2ാമത് വിവാഹം കഴിച്ച് സന്തോഷത്തോടെ നന്ദി പറയാൻ ദൈവസന്നിധിയിൽ വന്നിരുന്നു. പറഞ്ഞ മനസ്സിലായോ? സഹായത്തിന്റെ ജീവിതത്തിൽ ചില പ്രോബ്ലം ഉണ്ടായി.